ഹർത്താലിൻ്റെ മറവിൽ സംസ്ഥാനത്ത് പരക്കെ അക്രമം. തവനൂരിൽ CPIM-ന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസിന് ഇന്ന് പുലർച്ചെ തീയിട്ടു. 50ഓളം കസേരകൾ കാണാതായി. അവിടുത്തെ മുഴുവൻ ഫയലുകളും ഒപ്പം TV-യും അലമാരയിലിരുന്ന ഫയലുകളും കത്തിനശിച്ചു. മുഴുവൻ ഓഫീസും കത്തിനശിച്ചു എന്നാണ് CPIM പ്രവർത്തകർ അവകാശപ്പെടുന്നത്. 2 പേർ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. 2 പേരും സ്ഥലത്തെ RSS പ്രവർത്തകരാണ് എന്നാണ് പോലീസ് പറയുന്നത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. മറ്റ് സംസ്ഥാനത്തെ വിവിധ പ്രദേശങ്ങളിലും അക്രമം നടന്നു. തവനൂരിൽ ഉണ്ടായ അക്രമത്തിന് പുറമെ കോഴിക്കോട് വിവിധ ഭാഗങ്ങളിൽ RSS BJP പ്രവർത്തകർ റോഡുകൾ തടയുകയും ടയറുകൾ കത്തിച്ച് ഗതാഗത തടസ്സമുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. കൊയിലാണ്ടിയിൽ CI-യുടെ വാഹനത്തിന് നേരെ ഹർത്താൽ അനുകൂലികളുടെ കല്ലേറുണ്ടായി. KSRTC-യുടെയും കാറിൻ്റെയും ചില്ലുകൾ ഇവിടെ തകർത്തു. പേരാമ്പ്രയിൽ KSRTC ബസ്സിന് നേരെ കല്ലേറുണ്ടായി. മാത്രമല്ല പേരാമ്പ്രയിലെ DYFI ഓഫീസിന് നേരെയും അക്രമമുണ്ടായി. പാലക്കാട് വെണ്ണക്കരയിൽ ഇന്നലെ അർദ്ധരാത്രിയോടെ CPIM നിയന്ത്രണത്തിലുള്ള വായനശാലയ്ക്ക് തീയിട്ടു. ഹർത്താൽ അനുകൂലികളാണ് തീയിട്ടത്. EMS സ്മാരക വായനശാലയ്ക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നവർക്ക് കൊട്ടാരക്കര പള്ളിക്കലിലും കോട്ടാത്തലയിലും ഉണ്ടായ ഹർത്താൽ അനുകൂലികളുടെ ആക്രമണത്തിൽ DYFI പ്രവർത്തകന് പരിക്കേറ്റു. കോട്ടാത്തലയിൽ KSRTC ബസ്സിന് നേരെ കല്ലേറുമുണ്ടായി. കണ്ണൂരിൽ കാറിന് നേരെയുണ്ടായ കല്ലേറിൽ ചില്ലുകൾ തകർന്നു. പാലക്കാടും തൃശ്ശൂരും KSRTC ബസ്സുകൾ സർവീസ് നടത്തുന്നില്ല. ബംഗളൂരുവിൽ നിന്നും വന്ന KSRTC ബസ്സുകൾ കോട്ടയത്തേക്കും മൂന്നാറിലേക്കും പോലീസ് സംരക്ഷണയോടെ യാത്ര തുടരുന്നുണ്ട്. മറ്റ് സ്ഥലങ്ങളിലേക്കൊന്നും തന്നെ KSRTC സർവീസ് നടത്തുന്നില്ല. കണ്ണൂർ, പയ്യന്നൂർ, എടയാട്ട്, പെരുമ്പ എന്നിവിടങ്ങളിൽ KSRTC ബസ്സിന് നേരെ കല്ലേറുണ്ടായി. ഇതേ തുടർന്ന് കണ്ണൂരിലെ KSRTC സർവീസുകൾ പൂർണ്ണമായും ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ്. കണ്ണൂർ നഗരത്തിലെ 2 ഓട്ടോറിക്ഷകളുടെ ചില്ലുകൾ ഹർത്താൽ അനുകൂലികൾ അടിച്ചു തകർത്തു. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പമ്പയിലേക്ക് KSRTC ബസ് നടത്തുന്നുണ്ടെങ്കിലും ബസ്സുകളുടെ എണ്ണം വളരെ കുറവാണ്. ശബരിമല ദർശനത്തിനായി 100 കണക്കിന് തീർത്ഥാടകരാണ് സ്റ്റേഷനിൽ കുടുങ്ങിക്കിടക്കുന്നത്. അതേസമയം അക്രമം നടത്തുകയോ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുകയോ ചെയ്താൽ അവർക്കെതിരെ കർശനമായ നടപടി വേണമെന്ന് DGP ഇന്നലെ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ നിലയ്ക്ക് പോലീസ് നടപടികളും പുരോഗമിക്കുന്നു. എവിടെയെങ്കിലും അക്രമം കണ്ടാൽ അക്രമികളെ ഉടൻ തന്നെ പിടികൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനാണ് പോലീസിന് നിർദ്ദേശം. അതനുസരിച്ചിട്ടുള്ള നടപടികൾ പോലീസ് പല ഭാഗത്തും ആരംഭിച്ചു കഴിഞ്ഞു. രാവിലെ മുതൽ അത്തരത്തിലുള്ള നടപടികളാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. എന്നാൽ പോലും പോലീസിൻ്റെ കണ്ണുവെട്ടിച്ച് അക്രമികൾ പലയിടത്തും അഴിഞ്ഞാടുകയാണ്. പാർട്ടി ഓഫീസുകൾക്ക് നേരെയും അതേപോലെ തന്നെ ബസ്സിനും സ്വകാര്യ വാഹനങ്ങൾക്ക് നേരെയും അക്രമം ഉണ്ടാവുകയാണ്. പലയിടത്തും തുറന്ന കടകൾ നിർബന്ധിച്ച് ഹർത്താൽ അനുകൂലികൾ അടപ്പിച്ചു. പ്രത്യേകിച്ചും ഗ്രാമപ്രദേശങ്ങളാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കൂടുതലായും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏതായാലും ഹർത്താൽ അനുകൂലികളുടെ അക്രമം ഇപ്പോഴും തുടരുകയാണ്. നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് കൂടുതലും അക്രമ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. തവനൂരിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു മേജർ അക്രമം ഉണ്ടായത് എന്ന് വേണമെങ്കിൽ പറയാം. ഏറ്റവും വലിയ അക്രമം ഉണ്ടായതെന്ന് വേണമെങ്കിൽ പറയാം. CPIM-ന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസിനാണ് തീയിട്ടത്. ഇതുമായി ബന്ധപ്പെട്ട 2 പേർ കസ്റ്റഡിയിലുണ്ട്. അവരെ വിശദമായി ചോദ്യം ചെയ്യുന്നു. മറ്റ് കൂടുതൽ പേർക്ക് ഈ ഒരു ആക്രമണത്തിൽ പങ്കുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ കസ്റ്റഡിയിലുള്ളവരെ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ അത്തരത്തിലുള്ള വിശദാംശങ്ങളിലേക്ക് പോലീസിന് കടക്കാൻ കഴിയുകയുള്ളൂ. ആ നിരത്തിലുള്ള അന്വേഷണമാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്.